എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ബെഡ്റൂമിനെ എത്രത്തോളം വൃത്തികേടാക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ വൃത്തികേടാക്കി ഇടാറുണ്ട്. അതൊന്ന് മാറ്റി സെറ്റാക്കി എടുക്കുന്നത് വരെ ഭയങ്കര ഒരു ശ്വാസം മുട്ടലായിരിക്കും. അതായത് എന്താ പറയുക, ഭയങ്കര നെഗറ്റീവ് വൈബായിരിക്കും എൻ്റെ ബെഡ്റൂമിൽ ഉണ്ടായിരിക്കുക. എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 3 months ഒക്കെ കൂടുമ്പോൾ ഞങ്ങൾ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഫുള്ള് നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി ഇടാണ്. ഈ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചായിരുന്നു. നമ്മൾ പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്കത് പണിയാവും. പ്രത്യേകിച്ച് അലർജിയുള്ള പിള്ളേർക്കാണെങ്കിൽ, നമ്മുടെ പാറുമൂക്കായാലും കാശിക്കൂട്ടനായാലും പെട്ടെന്ന് അലർജി പിടിക്കും. ഡസ്റ്റ് അലർജിയാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തിടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പെട്ടെന്ന് പൊടി വരും. ഇനി AC ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് നമ്മുടെ ചെമരുമ്മലൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ പിടിക്കും. പിന്നെ അതേ മിററൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന വിചാരിച്ചു. പാറുവിൻ്റെ കലാവിരുതാണ് ഐ ലവ് യു മമ്മി എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതങ്ങനെ എഴുതി വെച്ചുകൊണ്ട് ഞാനൊന്നും പറയണില്ല. വേറെ വല്ല ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ ഞാൻ അവൾ ഓടിച്ചേനെ. പിന്നെ ഐ ലവ് യു മമ്മി എന്നാണല്ലോ. അപ്പോൾ ഇതേ തുടച്ചു ബാത്റൂമിൽ ഇടാനായിട്ട് നമ്മുടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് ഞാൻ ഏട്ടനെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ. കാരണം ഏട്ടൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യും. ഞാൻ ചെയ്യുമ്പോൾ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു എങ്കൂടിപ്പൊക്കെ ഉണ്ടായിരിക്കും. ഏട്ടനത് അതിൻ്റേതായ രീതിയിൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആ ഒരു പണിക്ക് ഞാൻ നിൽക്കാറില്ല. അത് ഞാൻ ഏട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കാറാണ് പതിവ്. റൂമും മേക്ക് ഓവർ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പ്ലാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇൻഡോർ പ്ലാന്റ്സ്. അതെൻ്റെ റൂമിൽ വെക്കണം എന്നുണ്ടായിരുന്നു. അത് സെറ്റ് ചെയ്യാനായിരുന്നു മെയിനായിട്ട് ഞാൻ എൻ്റെ റൂം ഒന്ന് സെറ്റാക്കി എടുത്തത്. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റൊക്കെ ഒന്ന് സെറ്റാക്കി അറേഞ്ച് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. കാരണം എങ്ങനെ വെച്ചിട്ടും നമ്മുടെ ചെടിയുടെ സൈസിനും ഈ ഒരു സ്റ്റാൻഡിൻ്റെ സൈസിനും എല്ലാം അതൊന്ന് സെറ്റാക്കി എടുക്കണ്ടേ. അങ്ങനെ അവസാനം നമ്മുടെ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓൺലൈനിൽ നിന്ന് ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ കുട്ടി വെച്ചിട്ടുണ്ടായില്ലേ, അത് ഞാൻ അവിടെ നിന്ന് പൊക്കി ഞാൻ എൻ്റെ ജനാലിൻ്റെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. വാഷ് ബേസിൻ്റെ അവിടേക്ക് വെക്കാൻ കുറേ മിനി പ്ലാന്റ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല വില കുറവിന് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ടേബിളായാലും മിററായാലും ഒക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. എൻ്റെ റൂമിലെ മിക്ക സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടിക്കുട്ടന്മാർക്കും കൂടെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ റൂം ഇപ്പോൾ ഒരു ഹരിതാപകരമായിട്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് നോക്ക്.